ഇവരൊക്കെ ചോറ് വേണ്ടെന്ന് പറഞ്ഞാണ് കണ്ടേ. ദേവേന്ദ്ര മുന്നേ ഇന്ന് നമ്മുടെ പരിപാടിയുടെ പൂജയായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടിയുടെ പൂജ നമ്മുടെ ആദിച്ചനെല്ലൂർ ചെന്നിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പൂജയൊക്കെ കഴിഞ്ഞു. ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. 2 ടീമിൻ്റെ പൂജയായിരുന്നു അവിടെ. എന്തായാലും നമ്മൾ പൂജാകർമ്മങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ പോയത് മോളയുടെ വീട്ടിൽ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഫുഡില്ലാതെ നമുക്ക് എന്തായാലും അടിപൊളി നാടൻ ഊണായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത് കേട്ടോ. അവിടെ പരിപ്പും പപ്പടവും അതുപോലെ തന്നെ നല്ല കൂട്ടുകറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയും മാങ്ങയച്ചാറും പാവയ്ക്കാത്തോരനും സോയാബീനും അതുപോലെ തന്നെ അവിയലും സലാഡും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ പരിപ്പൊഴിച്ചപ്പോൾ ഞാൻ കുറച്ച് പപ്പടം എടുത്ത് ആ പരിപ്പും കൂട്ടി ഞാനൊന്ന് ഇളക്കി നല്ലപോലെ കഴിച്ചു. അതിൻ്റെ പുറകെ തന്നെ നല്ല അടിപൊളി സാമ്പാർ വന്നു കേട്ടോ. ആ സാമ്പാറും കുഴച്ച് ഞാൻ നല്ലതുപോലെ തിന്നു. ഞാൻ എന്നിട്ട് കുറച്ച് അവിയലങ്ങോട്ട് എടുത്തിട്ട് അതും കുറച്ചങ്ങോട്ട് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ മാത്രമല്ല ഇങ്ങനെ ആൾക്കാർ നല്ല വിളമ്പുന്നു, സവണ്ണം കഴിക്കുന്നു, ഫോട്ടോ ഒക്കെ എടുപ്പ് കഴിച്ചു. ഇങ്ങോട്ട് നോക്കേ, ഇവരൊക്കെ ചോറ് വേണ്ടെന്ന് പറഞ്ഞാണ് കണ്ടേ. അതുകൂടെ തിന്നിങ്ങൾ സോയാബീനായിട്ട് കുറയ്ക്കുന്നത് കണ്ടല്ലേ. എനിക്ക് ഇത്രയും വേണ്ട, എനിക്ക് ഇത്രയും വേണ്ടെന്ന് പറഞ്ഞ ആളാ കണ്ട. ഇല ഫുള്ള് ആദ്യം ഇലയൊക്കെ ഇട്ടിരുന്ന് അതേ കണക്കാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു പരാതി വേണ്ട. എന്തായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കഴിച്ചത്. എല്ലാ അടിപൊളി കറി, എല്ലാ സെറ്റ് ഇല്ലേ, സൂപ്പറല്ലേ? സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ മുതലാളി ചിരിക്കുന്നത് കേട്ടോ. കൊച്ചുമുതലാളി ഉണ്ടേ. അങ്ങനെ ഫുഡ് മുഴുവൻ കഴിച്ചു തീർന്നു. അങ്ങനെ പൂജയും അടിപൊളിയായി, ഫുഡും അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.